അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. നമുക്ക് ലാഭമായിരിക്കുന്നതായ പല കാര്യങ്ങൾ കാണുമായിരിക്കും. ഈ ലോകത്തിൽ പലതും സമ്പാദിക്കുവാൻ, ഈ ലോകത്തിലെ ധനം, ഈ ലോകത്തിലെ സമ്പത്ത്, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ പലതും നമുക്ക് ഈ ഭൂമിയിൽ സമ്പാദിക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുള്ളതായ ആ സമ്പാദ്യങ്ങളെല്ലാം വെറും വ്യർത്ഥമാണ്. എപ്പോഴും നാം ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. കർത്താവ് നമ്മോട് കൂടെ ചേർന്ന് വസിക്കുവാൻ കൊതിക്കുന്നുവെങ്കിൽ നാമും കർത്താവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരുന്നത്. ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ കടബാധ്യതകൾ ഉണ്ടായിരിക്കാം, വലിയ മാരക രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ അപ്പോഴും പ്രത്യാശ കൈവെടിയാതെ ക്രിസ്തുവിൻ്റെ മാർവിൽ ചാരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയുള്ളതല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞ്, സ്വർഗമഹിമകൾ വെടിഞ്ഞ് നമ്മെ തേടി, നമ്മുടെ ആത്മാവിനെ കരുതി ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ നാം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ എല്ലാ ഇല്ലായ്മകളിലും, നമ്മുടെ കുറവുകളിലും, നമ്മുടെ പ്രശ്നങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും, നമ്മോട് കൂടെ വസിക്കും, നമ്മോട് കൂടെ നടക്കും. ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ.